അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയെയും വർഗീയവൽക്കരിക്കാനാണ് കോൺഗ്രസ് പരിശ്രമിക്കുന്നത്. ജനുവരി 22 അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് ആധാരമായിട്ട് അവരവതരിപ്പിച്ച കാരണങ്ങൾ അത് അത്യന്തം വർഗീയമാണ്, ആപൽക്കരമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ജനുവരി 22 അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ ശ്രീരാമചന്ദ്രനോട് കോൺഗ്രസ്സിന് വിശ്വാസമില്ലെങ്കിൽ അതിൽ പോകാതിരിക്കാം, ബഹിഷ്കരിക്കാം. ഈ പ്രാണപ്രതിഷ്ഠയിൽ ആ ചടങ്ങിനോട് വിയോജിപ്പുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതിൽ പങ്കെടുക്കാതിരിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ കോൺഗ്രസ് ഈ ശ്രീരാമചന്ദ്രനെയും അതോടൊപ്പം തന്നെ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയെയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, PFI തുടങ്ങിയ സംഘടനകളുടെ മുന്നിൽ മുട്ടുമടക്കിയിട്ടുമാണ് സംശയിക്കേണ്ടത്. കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കുന്നത് സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും PFIയുടെയും മുസ്ലിം ലീഗിൻ്റെയും മുന്നിൽ മുട്ടുമടക്കിയിട്ടാണെങ്കിൽ അക്കാര്യം സമൂഹത്തോട് തുറന്നു പറയാൻ തയ്യാറാകണം. ഞങ്ങൾ ശ്രീരാമചന്ദ്രനെതിരാണ്, ഞങ്ങൾ അയോധ്യ നടക്കുന്ന പ്രാണപ്രതിഷ്ഠക്കെതിരാണ്, ഞങ്ങൾ സമസ്തയോടൊപ്പമാണ്, ലീഗിനോടൊപ്പമാണ്, PFIയോടൊപ്പമാണ്, ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പമാണ്, ശ്രീരാമനോടും ശ്രീരാമചന്ദ്രനോടും അയോധ്യയോടും അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയോടും ഇത്തരം സംഘടനകളുടെ നിലപാടിനോടൊപ്പമാണ് എന്ന് തുറന്നു പറയാൻ തയ്യാറാകണം. അത് പറയാതെ ശ്രീരാമചന്ദ്രനെയും അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതിരിക്കുന്നത് BJPയുടെയും RSSൻ്റെയും നരേന്ദ്രമോദിയുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതാണ് പ്രതിഷേധാർഹം. ഇക്കാര്യത്തിൽ മലബാറിലെ സമസ്തയുടെ നിലപാടാണോ ദേശീയ കോൺഗ്രസിൻ്റെ നിലപാടെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. ശ്രീരാമചന്ദ്രനോടും അയോധ്യയിൽ ഉയർന്നു വരുന്ന ശ്രീരാമക്ഷേത്രത്തോട്, അല്ലെങ്കിൽ ശ്രീരാമൻ ഉചിതമായ പടുത്തുയർത്തിയ സ്മാരകത്തോടും കോൺഗ്രസിൻ്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസ്. CPM അതേ നിലപാടാണ് സ്വീകരിച്ചത്. കാരണം അയോധ്യയിൽ ശ്രീരാമൻ്റെ സ്മാരകമല്ല, ബാബറുടെ സ്മാരകമാണ് പണിയേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത പ്രമേയം കേരള നിയമസഭയിൽ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർക്ക് എന്തു നിലപാട് സ്വീകരിക്കാം, അതവർ ജനങ്ങളോട് തുറന്നു പറയണം. പക്ഷേ ഇപ്പോൾ പങ്കെടുക്കാതിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം RSSൻ്റെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും ചെലവിൽ കെട്ടിവെക്കുന്നത് അത് ശരിയാണോ? അതുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പമാണോ എന്ന് അവർ വ്യക്തമാക്കണം. മാത്രമല്ല, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഇത്തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വയനാട്ടിലെത്തുമോ ഇല്ലയോ എന്ന് അവർ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ കേരളത്തിലെ ഇത്തരം സംഘടനകളുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും വഴങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത് സോമനാഥ ക്ഷേത്രം പണിയാൻ അന്നത്തെ കോൺഗ്രസ് നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിമാർ നേതൃത്വം നൽകിയത് തെറ്റാണോ എന്ന് പറയണം. രാമരാജ്യം അതാണ് എൻ്റെ സ്വപ്നമെന്ന് പ്രഖ്യാപിച്ച മഹാത്മജിയെയും അദ്ദേഹത്തിൻ്റെ രാമരാജ്യ സങ്കല്പത്തെയും കോൺഗ്രസ് തള്ളിപ്പറയാൻ തയ്യാറാകുമോ എന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയണം. അല്ലാതെ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയും നമ്മുടെ ദേശാഭിമാനത്തിൻ്റെയും ദേശീയതയുടെയും മാനബിന്ദുവായിട്ടുള്ള അയോധ്യയിൽ ഉയർന്നു വരുന്ന ക്ഷേത്രത്തെയും അപമാനിക്കാനും അവഹേളിക്കാനും വർഗീയവൽക്കരിക്കാനും തയ്യാറാകുന്നത് അത്യന്തം അപകടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.